സൂപ്പർ താരങ്ങളായ വിരാട് കോഹ്ലിയെയും രോഹിത് ശർമ്മയും തരം താഴ്ത്തി BCCI വാർഷിക കരാറുകൾ പ്രഖ്യാപിച്ചു. 30 പുരുഷ താരങ്ങളും 21 വനിതാ താരങ്ങളുമാണ് ഇത്തവണ വാർഷിക കരാറിൽ ഉൾപ്പെട്ടത്. ഇന്ത്യക്ക് 2020 ഏകദിന ലോകകപ്പുകൾ നേടിത്തന്ന സൂപ്പർ താരങ്ങളായ വിരാട് കോഹ്ലിയെയും രോഹിത് ശർമ്മയെയും എ ഗ്രേഡിൽ നിന്ന് തരം താഴ്ത്തിയാണ് BCCI വാർഷിക കരാറുകൾ പ്രഖ്യാപിച്ചത്. റോക്കോയെ എ ഗ്രേഡിൽ നിന്ന് ബി ഗ്രേഡിലേക്ക് തരം താഴ്ത്തിയതോടെ വലിയ വിമർശനമാണ് BCCI നേരിടുന്നത്. ഇരു താരങ്ങളും ടെസ്റ്റ് 2020 ഫോർമാറ്റിൽ നിന്ന് വിരമിച്ചതാണ് തരം താഴ്ത്താൻ കാരണമെന്നാണ് BCCIയുടെ ന്യായീകരണം. എന്നാൽ 2020ൽ നിന്ന് വിരമിച്ച രവീന്ദ്ര ജഡേജ എ ഗ്രേഡിൽ സ്ഥാനം പിടിച്ചതും ശ്രദ്ധേയമായി. ഇന്ത്യൻ ഏകദിന ടെസ്റ്റ് നായകൻ ശുഭ്മാൻ ഗില്ലിനെ എ ഗ്രേഡിലേക്ക് ഉയർത്തി. ജസ്പ്രീത് ബുംറയാണ് എ ഗ്രേഡിലുള്ള മറ്റൊരു താരം. 2020 നായകൻ സൂര്യകുമാർ യാദവ്, ഏകദിന വൈസ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ, ഋഷഭ് പന്ത്, ഹാർദിക് പാണ്ഡ്യ, KL രാഹുൽ, വാഷിംഗ്ടൺ സുന്ദർ, മുഹമ്മദ് സിറാജ്, കുൽദീപ് യാദവ്, യശസ്വി ജയ്സ്വാൾ എന്നിവരാണ് ബി ഗ്രേഡിൽ ഉൾപ്പെട്ടവർ. അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ, അക്ഷർ പട്ടേൽ ഉൾപ്പെടെ 16 താരങ്ങൾ ഗ്രേഡ് സിയിലാണ്. അതേസമയം മിന്നും ഫോമിലുള്ള 2020 ലോകകപ്പിലെ ഇന്ത്യയുടെ ഓപ്പണർ കൂടിയായ ഇഷാൻ കിഷനെ BCCI തഴഞ്ഞു. 7 കോടി വാർഷിക കരാറുള്ള A+ കാറ്റഗറി BCCI റദ്ദാക്കി. വനിതകളിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ, വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാന, ദീപ്തി ശർമ്മ എന്നിവർക്കൊപ്പം കഴിഞ്ഞ തവണ ബി ഗ്രേഡിൽ ഉണ്ടായിരുന്ന ജമീമ റോഡ്രിഗസിനെ ഇത്തവണ എ ഗ്രേഡിലേക്ക് ഉയർത്തി. കഴിഞ്ഞ തവണ സി ഗ്രേഡിൽ ഉണ്ടായിരുന്ന മലയാളി താരം മിന്നുമണിക്ക് ഇത്തവണ കരാർ പട്ടികയിൽ ഇടം പിടിക്കാനായില്ല. കൂടാതെ ശ്രേയങ്ക പാട്ടീൽ അടക്കമുള്ള താരങ്ങൾ ഇത്തവണ കരാർ പട്ടികയിൽ നിന്ന് BCCI ഒഴിവാക്കിയിട്ടുണ്ട്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.